وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 الشهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അതേപോലെ എൻ്റെ ധ്വനി കേൾക്കുന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല നക്ക് ഒരു ദാവത്താക്കുകയും നിങ്ങൾക്കെതിരെ കേൾക്കുകയും അള്ളാഹുടെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിച്ച് ഈ റമദാൻ തിങ്ങത്തെ അശ്റുൽ അവാഖിറിൽ ഒരു സ്വർണമായ ഒരു സുസന്ദർഭ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഒരുക്കി തന്നതിൽ അള്ളാഹുവിന് നിങ്ങൾ എത്ര ശുക്ർ ചെയ്യുന്നു മയ്യാവല. സഹോദരന്മാരെ, ദീനുൽ ഇസ്ലാമുടെ ദഅവത്ത് അത് ചെല്ലതും അത് കേൾക്കുന്നതും അത് കേട്ടിട്ട് പ്രവർത്തിക്കുന്നതും അതൊരു ചെറിയ വിഷയമല്ല, ഒരു മഹത്തരമായ ഒരു വലിയ അനുഗ്രഹമായിട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖുർആനിൽ മനുഷ്യന്മാർക്ക് ഫസ്റ്റിಗೆ അവന് ചൊന്നറ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്റെ പടച്ച തമ്പുരാനായ റബ്ബുടെ പേര് കൊണ്ടിട്ട് നീನು ಓದು, ನೀನು മനസ്സിലാക്കും, ನೀನಾರಿ, ನೀನೆಂದ್ರೆ ಹಾಕಿಂಟುಲ್ಲ, ನೀನೆಂದ್ರೆ ಹಾಕೋಣು, ನೀನೆಂದ್ರೆ ಹಾಕೋಕೆ ಬಂದವನು ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രഥമമായ ഒന്നാമത്തെ വഹിയിലെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ಅದರ വിഷയത്തിൽ അരിപ്പാട്ടി കൊടുത്തറ. അപ്പം മനുഷ്യന്മാരുടെ ಬಂದ ಉದ್ದೇಶ ಅಂದರೆ ಅಲ್ಲಾಹುಡೆ ಬಗ್ಗೆ അറിഞ്ഞിട്ട് അള്ളാഹുടെ ഇബാദത്ത് എടുത്തുണ്ടു അവൻ്റെ തസ്ബീഹും തഹ്ലീലും തംഹീദും കൊണ്ടാടിയിട്ട് ചെന്നിട്ട് അവൻ്റെ തൃപ്തിയാക്കിയിട്ട് ഈ ജീവിതത്തിൽ അവന് തന്നെ അനുഗ്രഹത്തെ ഞങ്ങൾ എടുത്തു ഈ ജീവിതത്തിൽ അള്ളാഹുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് മരിക്കരുതായിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഖൈർ ഇവിടെ വന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ഞാൻ ഈ ദുനിയാവിൽ പല രീതിയിലുള്ള എൻ്റർടൈൻമെൻ്റ് ആക്കി വെച്ചിര മാത്രം നിങ്ങൾ അതിലെ പിറവുകൾ പോയിരണ്ട, അതെന്തുമില്ലാണ്ട്. زين للناس حب الشهوات من النساء. സുയ്യന ചെന്നിട്ടെങ്കിൽ സീനത്താക്കിയിട്ട് വെച്ചിരാണ്ട് ആർക്ക് സുയ്യിന ലിന്നാസ് മനുഷ്യന്മാർക്ക് ഹുബ്ബു ഷഹവാത്തി ഷഹവാത്ത് തടിരാശ റാഹത്ത്, പിന്നെ നിസ്കരിക്കുക, പിന്നെ പഠിക്കുക, തെല്ല് ഉണ്ടുള്ളുക, തെല്ല് റാഹത്ത് എടുത്തുള്ളുക, അത് പിന്നെ നിങ്ങൾ ഓതുക, പിന്നെ പഠിക്കുക, പിന്നെ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു തടിക്ക് ആശ വന്നതിരുത് പിൻപറ്റരുത്. അതിൽ രണ്ടാമത്തത് മിനന്നിസ, ഒരു മനുഷ്യ പൈപ്പോട്ടി ആകണുണ്ടായെങ്കിൽ, കിബ്റ് വരണുണ്ടായെങ്കിൽ, അവനക്കൊരു ഈഗോ വരണുണ്ടായെങ്കിൽ ഒരു പെണ്ണവിടെ വേണം. അതിലും അല്ലാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കിയിട്ട് വെച്ചിരാ. അതേപോലെ
തൻ്റെ അഹങ്കാരത്തെ തൻ്റെ വലിയ ഒരു പ്രതാപത്തെ ചെല്ലണുണ്ടായെങ്കിൽ മക്കളത് റെഡിയാക്കി വെച്ചിര, അവനുക്ക് വീണായ നല്ല ഒരു അകത്ത് റെഡിയാക്കി വെച്ചിര. അവനുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാറും ബംഗ്ലയും ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീറൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ, നല്ല നല്ല കാർ, നല്ല നല്ല സവാരി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം മതാഉൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവുടെ ഒരു നികൃഷ്ടമായ ഒരു സ്വത്ത് മാത്രമായിട്ടിരിക്കും. കണ്ണുക്ക് കാണുണ്ട് എന്തുമില്ല. ഒലിടേന്ദ്രെ ബാക്കി അവിടെ എന്തിരെ അള്ളാഹുടെ മുട്ട ഞങ്ങളെ ഇബാദത്ത്, അള്ളാഹുടെ മുട്ട ഞങ്ങൾ ആക്കി ഞങ്ങളെ മനസ്സിലുള്ള ആ കറുത്ത് ഏതുപോലെ ഞങ്ങൾ ഇബാദത്ത് എടുത്തിട്ട് ചൊല്ലത് മാത്രം അവിടെ നാളെ ബാക്കി അവിടെ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യക്ക് രണ്ട് തെരുടെ കാട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമു തങ്ങകും കാട്ടു അന്നജിദൈൻ, രണ്ട് തെരു, ഒന്ന് നല്ലത് ഒന്ന് ബെടക്ക്. നല്ല തെരുവിൽ പോയിട്ടായെങ്കിൽ സ്വർഗത്തിക്കും ബെടക്ക് തെരുവിൽ പോയിട്ടായെങ്കിൽ നരകത്തിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ആരതും നല്ല ബെടക്ക് തെരുവിൽ കടത്തില്ല. യദ്ഉ ദാറുസ്സലാം, അള്ളാഹു ബിരിക്കിടത് ദാറുസ്സലാം കയറ്റിക്കിടും. ഒരു മനുഷ്യ അവനുക്ക് എല്ലാ രീതിയിലെ അക്കല് കൊടുത്തിട്ടും എല്ലാ രീതിയിലെ ആയാത്ത് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടും അവൻ്റെ തടിയിലും ദൃഷ്ടാന്തങ്ങളെ കൊടുത്തിട്ടു, അവൻ്റെ കണ്ണെടുത്തൊരു ദൃഷ്ടാന്തങ്ങളെ കൊടുത്തിട്ടു, ആകാശ ഭൂമിയിലും മലപെട്ടപ്പാട്ടത്തിൽ ഉഴുത്ത പ്രതി ഒരു വിഷയത്തിലും അള്ളാഹുടെ നാനുള്ള നക്ക ഇബാദത്തിൽ ചെണ്ട് ദൃഷ്ടാന്തം കൊടുത്താൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ ഇത്ര ഓഫറും കൊടുത്ത. ഒരു പക്ഷെ നീക്ക് ഇതെന്തെങ്കിൽ തപ്പിപ്പോയിട്ടായെങ്കിൽ ഇതിലായെങ്കിൽ നീ എന്തായിട്ട് നീണ്ടിട്ട് വാ, നീ സ്വർഗത്തേക്ക് വാണ്ട്. ആ സ്വർഗത്ത് ബണ്ട് വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ആകാശ പടക്കറാണ്ടി മുന്നലെ ഈ തിങ്ങത്തെ 12 തിങ്ങായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കിര. ആ 12 തിങ്ങത്തിൽ 4 തിങ്ങത്തെ പ്രത്യേകമാക്കിര. അതേപോലെ ഓരോരോ തിങ്ങത്തിലും ഒരു നാൾ, ഓരോരോ നാലിലും ഒരു ഗಂಟೆ, ഓരോരോ ഗಂಟೆലും ഒരു സാ ഒരു ആൺ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ഓഫറിൽ കൊടുത്തിര. എന്നിട്ടായെങ്കിൽ നിങ്ങൾ എന്താക്കൊരു സ്വർഗത്തേക്ക് വരും. നിങ്ങൾ ഇത്രയെല്ലാം കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു ഓഫർക്ക് ഒന്നല്ല രണ്ടല്ല 100 അല്ല 1000 അല്ല 1000 കാണാൻ യാറ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ വെച്ചിര. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഒരു ഖദ്ർ ജാവു ഈ ഖുർആന്റെ നിങ്ങൾ ഇറക്കിട. എങ്ങനത്തെ ഖുർആൻ? ഒമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എങ്ങനത്തെ ഖദ്ർ ജാവുണ്ട് നിങ്ങൾക്ക് ഗൊന്തുണ്ട. ഖദ്ർ ചെന്നിട്ടായെങ്കിൽ പല അർത്ഥമുണ്ട് അതിക്ക്. ഒന്നാമത്തെ ഖദ്ർ ചെന്നിട്ടായെങ്കിൽ ബല, രണ്ടാമത്തെ ഖദ്ർ ചെന്നിട്ടായെങ്കിൽ അവൻ്റെ ബജറ്റ് മണ്ടനാക്കുന്ന വിഷയത്തിക്ക് അവൻ്റെ ഖദ്ർ എത്ര ഉണ്ടോ അത്ര അവനക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഖദ്ർ ചെന്നിട്ടായെങ്കിൽ സങ്കുചിത, സങ്കുചിത വയ്യക്ക് തിങ്ങിയത്, ഇങ്ങനെയുള്ള പല അർത്ഥമുണ്ട്. ഒമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ചെന്നിട്ടെങ്കിൽ എന്തിരെ ലൈലത്തുൽ ഖദ്ർ രണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായിട്ട് എല്ലാ മനുഷ്യരും ഒരു വർഷത്തെ റിസ്കിടെ കണക്കാക്കിയിട്ടാണ് അവന് കൊടുക്കുക. ആ വർഷത്തിൽ അവന് മരിക്കലാണ് ഹയാത്തിക്കലാണ് ജന്തു അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കുക. അവനക്ക് എത്ര റേഷൻ കൊടുക്കണു ജന്തും അല്ലാഹു കണക്കാക്കുക. ഏത് കാരണത്താൽ കൊടുക്കണും അത് അല്ലാഹു കണക്കാക്കുക. എല്ലാം കണക്കാക്കിയിട്ട് ആ ജാവുക അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ റിസ്കിടെ കണക്കാക്കിയാൽ പിന്നെ അവൻ എന്താക്കണം റമദാനിൽ പിന്നെ നോമ്പിൽ പിന്നെ അവൻ്റെ സ്വരമേ വേറെ, പള്ളിക്ക് വണ്ടുമില്ല, അവൻ്റെ ബിസിനസ് ആ ബിസിനസ് അവൻ്റെ നിസ്കരിക്കുകയും ടൈം കൊടുക്കില്ല, അവൻ്റെ ഖുർആാനോദുക്കും ടൈം കൊടുക്കില്ല, കൂട്ടുകുടുംബാദികളെ കിട്ടുക്കും ടൈം കൊടുക്കില്ല. അവനായെങ്ക മണ്ടേ വർഷത്തേക്ക് ഇതേ റമദാനിಗೆ ഇക്കില്ല ജന്തു അല്ലാഹുടെ കണക്കിൽ എന്തിട്ടായി ആയൻ ടൈം ಅವನು ಭಾರೀ ಕಲಿ ಕಲ್ಚೊಂಟಿಕ್ಕರ ಅವನಿಗೂ ಗೊತ್ತಿಲ್ಲ. അതുകൊണ്ടിട്ട് ഈ ഖദ്ർ ചൊല്ലത് എല്ലാ മനുഷ്യന്മാരെ യുഫ്റഖു ഫീഹാ കുല്ലു അംരി, എല്ലാ വിഷയത്തിലും ഉണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ ഖദ്റിനെ കണക്കാക്കണം. പിന്നെ ലയ്യിക്ക് ചെന്ന സങ്കുചിത ചെന്നിട്ടായെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവ് ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಎಲ್ಲ ಮಲಾಯಿಕತ್ತಮಾರ ಎರಕಿಟ್ಟು ಮಲಾಯಿಕತ್ತಮಾರಿಗೆ ನಿಕ್ಕಗೂ ಜಾಗ ಇಲ್ಲದ ಹತ್ತರ ಟೈಟ್ ಆಗಿಬಿಟ್ರೆ ಈ ದುನಿಯಾವುಡೆ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ ഒരു ഹദീസ് ഉണ്ട്, വേറെ സഹാബാക്കന്മാരെ ഹദീസുമുണ്ട്. അണ്ടത്തെ സുബഹി എന്തായിട്ടിക്കറ് വായിക്കായിട്ടിക്കറ്, അതായത് അണ്ടത്തെ സുബഹി തെളിഞ്ഞിട്ടിക്കറുണ്ട്. അണ്ടത്തെ സുബഹിയുടെ ഞാറത്തിക്ക് കാറയിക്കല്ലാണ്ട് മേലൊരി അവിടെ പവറിക്കല്ലാണ്ട്. കാരണം ഇങ്ങെല്ല പോയിട്ട് മലായിക്കത്തുമാർ രണ്ട് അത്തര വന്ന് ഒരു വിഷയത്തിലായിട്ടിക്കറ കതിറ് ഉണ്ട്. കതിറ് ചെന്നെങ്കിൽ വയ്യക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ റമദാൻ്റെ വിഷയത്തിൽ, അശറുൽ അവാഖിറിൻ്റെ വിഷയത്തിൽ, ലൈലത്തുൽ ഖദറിൻ്റെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും ഉമ്മത്തുക്ക് പഠിപ്പാട്ടിയപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചെന്നു കൊടുത്തു. ഇതാ ഇന്ന നാളായിട്ട് ലൈലത്തുൽ ഖദർ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിൽ കൊസിയിൽ എന്തായിട്ട് പള്ളിയുടെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ജണ്ടാൽ ഗലാട്ടായിക്കൊണ്ടുള്ള നിങ്ങളെ ഗലാട്ടിൻ്റെ വിഷയം തലക്കെടുത്തപ്പോൾ ഈ വിഷയം മറന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്കൊരു വിഷയം ചൊല്ലട്ട, ഈ ലൈലത്തുൽ ഖദർ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല തെരിപ്പാട്ടി തന്ന, പക്ഷേ നിങ്ങളുടെ കാരണത്താൽ അതിൽ മറപ്പാട്ടി വിട്ട. ഇനി നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ വേണമെങ്കിൽ ഈ ഒരു വർഷത്തെ 365 നാൾ അല്ലെണ്ടെങ്കിൽ 355 നാൾ ഖമറിയ കണക്കിൽ നിങ്ങൾ പ്രതി ഒരു നാളും ലൈലത്തുൽ ഖദർ തേടണോ? അപ്പോൾ ഒരു സഹാബിക്ക് എടുത്ത് അത്ര നാൾ തേടണം നബിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു തിങ്ങത്തിൽ കംപ്ലീറ്റ് ലൈലത്തുൽ ഖദർ റമദാൻ തിങ്ങത്തിൽ തേടണമാവും നബിയെ. ഒരു തിങ്ങ ഫുള്ളായിട്ട് നിങ്ങൾ ലൈലത്തുൽ ഖദർ തേടണമെന്ന് കേട്ടപ്പോൾ നിങ്ങൾ ലാസ്റ്റ് 10 അശറൽ അവാഖിറിൻ്റെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദർ തേടുന്നുണ്ട്. അതിലും പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഓരോരോ ജാവ് ഒറ്റ ജാവ് സിംഗിൾ 21, 23, 25, 27, 29 ജാ ഈ നാളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദർ തേടുള്ളൂ. ഇതിൽ ഒരു നാളിൽ ലൈലത്തുൽ ഖദർ ഖണ്ഡിതമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ രായത്തിൽ ലൈലത്തുൽ ഖദർ ചെന്നത് ആക്കി വെച്ചിരുന്നത് 27 മാത്രം. ബാക്കി ഇന്ന് 4 പേർ ബലമേ ഇല്ല. 21 ബലയില്ല, 25 ബലയില്ല, 28 ഒലിമ്പും ബലയില്ല, എന്തുമില്ല. 27 ലൈലത്തുൽ ഖദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് 21 വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഒരു സഹാബി റിപ്പോർട്ടാക്കടെ 23 വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ ചെന്നതിൽ 27 വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ടൈമിൽ ചെന്ന് 29 വന്നിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ലാസ്റ്റ് 10 സിംഗിൾ ജാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടൂ. അതിൽ ലൈലത്തുൽ ഖദർ ഖണ്ഡിതമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന്. അപ്പോൾ ഓരോരോ വർഷത്തിലും ഓരോരോ ജാവായിട്ടേക്ക് ലൈലത്തുൽ ഖദർ ബണ്ട്. എല്ലാ വർഷത്തിലും ഒരേ നാളിൽ 27 ബണ്ടുണ്ടെന്നില്ല. ಬೇರೆ ಬೇರೆ ನಾಳು ಬೇರೆ ಬೇರೆ ಜಾವಗೂ ಬೇರೆ ಬೇರೆ ಟೈಪ್ ಲೈಟ್ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಾಲ ಇಡೀ ದುನಿಯಾವು ವರ್ಕ ഒരേ നാൾ, 2 നാളില്ല. ഇവിടെ ഒരു നാൾ, സൗദിയിൽ ഒരു നാൾ, അമേരിക്കത്തിൽ ഒരു നാളില്ല. ഒരേ നാൾ അള്ളാഹു സുബ്ഹാനഹു താല ലൈലത്തുൽ ഖദറിനെ ഈ ദുനിയാവു അള്ളാഹു സുബ്ഹാനഹു താല ഇറക്കി തണ്ടാണ്. ആ ലൈലത്തുൽ ഖദർ ഒരു മനുഷ്യക്ക് കിട്ടിയുണ്ടായെങ്കിൽ 83 ചില്ലറി ವರ್ಷ ഇബാദത്താക്കടെ തൗഫീക്ക് അവനക്ക് കിട്ടി. ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല അത്ര വർഷത്തെ ഇബാദത്തെടുക്കും. ഒരു നാളാക്കിങ്ങ് മയ്യാവും, ഒരു നാളെ ഇബാദത്തെടുത്തെങ്കിൽ മയ്യും. ഒരു ജാവ് 12 ಗಂಟೆ ഞങ്ങൾ എന്താക്കിയിട്ട് ഇബാദത്തെടുത്തെങ്കിൽ മയ്യാവും. എങ്ങനെ ഇബാദത്തെടുക്കണു? ഈ ലൈലത്തുൽ ഖദർ ഇബാദത്ത് ഞങ്ങൾ എങ്ങനെ എടുക്കണു? നീയത്താക്കണം. ഏതൊരു കാര്യത്തിനും നീയത്താക്കണം. നീയത്തില്ലെങ്കിൽ സവാബില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. എല്ലാ ഇബാദത്തുക്കും നീയത്ത് വേണം. ഒട്ടറാസി വന്നിട്ട് പള്ളിയിൽ തെച്ചിട്ട് ഖുർആൻ ഓതിയ അത് ഓതിയ ഇത് ഓതിയ അവനക്ക് ഓതിയതില്ല ഇത് കിട്ടില്ലല്ലാണ്ട് അവനും എന്താക്കിയിട്ടില്ല നീയത്താക്കിയിട്ടില്ല ഉണ്ടായെങ്കിൽ അവനക്ക് സവാബ് കിട്ടില്ല. പിന്നെ കുറേ ആൾ ಬಂದಾರು ഉദുവെടുക്കിടാറ് ಬಂದಾರು പള്ളി നിസ്കരിക്കിടാറ് 27 അത് ലാസ്റ്റ് 10 ഇബാദത്ത് കുറേ ആൾ ബിരിയാണി ಹಾಕಿടാറ്, കുറേ ആൾ അവിടെ നിൽക്കിടാറ്, കുറേ ആൾ ഊടെ നിൽക്കിടാറ് ആയിട്ടായെങ്ക ഇത് ആർക്കും ഇതിലെ ഇബാദത്ത് കിട്ടുന്നുണ്ടായെങ്കിൽ എന്താക്കണു? തൗഹീദ് ഷർത്തായിട്ട് കിട്ടും. തൗഹീദ് ഇല്ല, അള്ളാഹു ഏകനായ റബ്ബുടെ വിശ്വാസം ഞങ്ങളുടെ കൽബിൽ ഇല്ലണ്ടായെങ്കിൽ ഖണ്ഡിതമായിട്ടും ഈ 27ാമത്തെ ജാവുടെ അല്ലെങ്കിൽ 21ാമത്തെ ജാവുടെ അല്ലെങ്കിൽ 25ാമത്തെ ജാവുൽ ബണ്ട ഈ ലൈലത്തുൽ ഖദറിന്റെ സവാബ് നിങ്ങൾക്ക് കിട്ടുക സാധ്യമില്ല. എങ്ങനെ ചെന്നിട്ടായെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യ പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കും.
ಬಂದ ಸಾತಿಗೆ ತಹಿಯತ್ತು ನಿಸ್ಕರಿಸಿತ್ತು, ഖുർആൻ ഓതിത്ത് നിസ്കാരത്തെ എന്തുതാറാക്കിയിട്ട് നോക്കി നിന്നിട്ട് ഫർദ് നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിൽ പിന്നെ ചില ഖുർആൻ ഓതിത്ത് അതിൽ പിന്നെ പുറത്ത് പോയിട്ട് പിന്നെ ഒരാൾ നോക്കി ചോദിച്ചു എന്ത് ഓത്തിയല്ലത്, എന്ത് മനുഷ്യഭാവ, നല്ല മനുഷ്യനാണ്, എന്തേ അയാൾ ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കാണ്ട് ഇത്രയെല്ലാം ആക്കിയിട്ടുണ്ടായെങ്കിലും അതിൽ ഒരു സ്വഭാവം അയാൾ കിട്ടില്ല. അതുപോലെ തൗഹീദില്ലാണ്ട് ഇബാദത്തെടുത്തിട്ട് തൗഹീദിൽ പിന്നെ നീയത്തില്ലാണ്ട് ഇബാദത്തെടുത്തിട്ടുണ്ടായെങ്കിൽ അവൻ ആക്കിയ സ്വത്തെ മാത്രം കിട്ടില്ലാണ്ട് അവൻ്റെ നീയത്ത് തക്ക സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കില്ല. അതുകൊണ്ടിട്ട് ലൈലത്തുൽ ഖദ്ർ ഇബാദത്ത് അല്ല വേറെ ഏത് ഇബാദത്ത് നിങ്ങൾ ആക്കിയിട്ടുണ്ടായെങ്കിലും ഇബാദത്ത് മാത്രമല്ല, നിങ്ങൾ ഒരു ബിസിനസ്സിಗೆ പോകേണ്ടിട്ടായെങ്കിൽ പഠിച്ചോടെ ഞാൻ ഈ റിസ്ക് എൻ്റെ കുടുംബത്തെ ഹലാലായ തിന്നുപാട്ടോസ്കര ನಾನು ഈ ബിസിനസ്സിಗೆ പോകേണ്ട നീയത്തോടൊട്ടുക വേണം. അതേപോലെ നീയത്തില്ലാത്ത ഒരു ഇബാദത്തും അള്ളാഹുടെ ഇതിൽ കബൂലാവുക സാധ്യയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവನು ആക്കിയതിക്ക് പ്രതിഫലം മാത്രം കൊടുക്കട. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ ഞങ്ങൾ എന്താക്കണു, ಖಂಡಿತമായിട്ട് ആ ജാവുല് നിസ്കരിക്കണം, പിന്നെ ആ ജാവുല് ഖുർആൻ ഓതണം, തസ്ബീഹ് എടുക്കണം, തഹ്ലീൽ എടുക്കണം. ഞങ്ങൾക്ക് തീരെ എന്നുണ്ടായെങ്കിൽ ബട ബഗ്ഗന്മാർക്ക് എന്തായെങ്കിൽ ഞങ്ങൾ എന്താക്കണം, കൊടുക്കണം, പൈസ കൊടുക്കണം, ദാനധർമ്മ ആക്കണം. അതേ ജാവുല് ഞങ്ങൾ ഇബാദത്ത് എടുക്കണം, ഖിയാമുൽ ലൈൽ ആക്കണം, സ്വലാത്തുൽ ലൈൽ ആക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, തർവിയ നിസ്കരിക്കണം. ഇതെല്ലാം ഒരു ജാവുൽ നിസ്കരിക്കണം. അപ്പം കേൾക്കുവാറ് തറാവി, ഖിയാമുൽ ലൈൽ, തർവിയ, സ്വലാത്തുൽ ലൈൽ ഇതെല്ലാം വേറെ വേറെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഹദീസുണ്ട്, നിങ്ങൾ ഫസ്റ്റിಗೆ ಬಂತ ഇഷാഅൽ പിന്നെ തർവിയ നിസ്കാരം നിസ്കരിച്ചിട്ട് ഇമാമ് സലാം വീട്ടത്തോളം ഇമാമരൊട്ട് നിന്നുണ്ടായെങ്കിൽ ആ ജാവ് ഫുള്ള് ഇബാദത്തെടുത്ത് സവാബ് നിങ്ങൾക്കുണ്ടു. നിങ്ങൾ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കരുതാ, അല്ല പിന്നൊരു നിസ്കാരം നിങ്ങൾക്ക് അകത്തിയില്ലാണ്ട്. ഞങ്ങളിതിൽ കൊറിയ മനുഷ്യന്മാർ എന്താക്കിടാറ്, 8 റക്കാത്ത് ഇമാമരൊട്ട് നിസ്കരിച്ചിട്ട് വിതർ നിസ്കരിക്കില്ല, സീതൻ ചൗത്ത് പോകണ്ടാറ്. ഔത്ത് പോയിട്ട് പിന്നെ തഹജ്ജുദ് ഗെഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പിന്നെ വിതർ നിസ്കരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനത്തെ ഒരു പ്രവൃത്തി അയാളെ ലൈഫിലാക്കിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു മദീന മസ്ജിദിൽ വന്നപ്പോൾ ആൾമാർ അവിടെ നിസ്കരിക്കുന്ന നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ഇങ്ങെല്ലാവരും ഒരു ഇമാമുടെ പിറവിലിന്ന് എത്ര നല്ല വത്ത്. അങ്ങനെ പിറ്റിയാണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോഴത്തേക്കും ഒരു ഇമാമുടെ പിറവിൽ എല്ലാവരും നിன்று നിസ്കരിക്കാറ്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ഞാൻ മൽബിദഅതു ഹാദാ, ഇത് നല്ലതൊരു തുടക്കമായിട്ട് ഇക്കിടുന്നുണ്ട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഴക്കത്തെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു ഇങ്ങവിടെ നിസ്കരിക്കണം കാണാൻ ഹൈറ്. ഇപ്പം ആൾമാർ ഉറങ്ങിടാറ്, തഹജ്ജുദ് ഗെഞ്ചിട്ട് നിസ്കരിച്ചിട്ട് വിതർ നിസ്കരിച്ചിട്ട് പിന്നെ സഹരിയാക്കിയിട്ട് നോമ്പിടിക്കിടാറ്, പിന്നെ ഫജ്ർ നിസ്കരിക്കില്ല, അങ്ങായിട്ടിക്കില്ല ഹൈറ് ഉണ്ട്. അപ്പോൾ ഇതിൽ അർത്ഥം എന്താ ചെന്നിട്ടെങ്കിൽ തഹജ്ജുദ് ಬೇರೆ ಅಲ್ಲ, തർവിയ ಬೇರೆ ಅಲ್ಲ, സലാത്തുൽ ലൈൽ ಬೇರೆ ಅಲ್ಲ, പിന്നെ സലാത്തു തറാവി ಬೇರೆ ಅಲ್ಲ, ഇതെല്ലാം ഒന്ന്. തറാവിഹി ചെന്നിട്ടെങ്കിൽ ആൾമാർ ഇഷാൽ പിന്നെ ഒരു ഇമാമരൊട്ടുകു 4 റക്കാത്ത് 2 റക്കാത്ത് 4 റക്കാത്തിന് തർവിയാക്കാറ്. 2 ടൈം കൊടുത്തിട്ടു നിസ്കരിക്കലേക്ക് തറാവീഹ് എന്ന് ചൊല്ലും. സലാത്തുൽ ലൈൽ ചെന്നിട്ടെങ്കിൽ ഇടയിടയിൽ ജാവ് കഴിച്ചിട്ട് നിസ്കരിക്കരുത്. ജാവ് കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തേക്ക് സലാത്തുൽ ലൈൽ എന്ന് ചൊല്ലാറ്. ഖിയാമുൽ ലൈൽ ചെന്നിട്ടെങ്കിൽ അവന് ഇഷാ നിസ്കാരത്തിൽ പിന്നെ പള്ളിയിലെ വെച്ചിട്ട് ഖുർആൻ ഓതിയാൽ പിന്നെ തെല്ല് റെസ്റ്റാക്കിയ പിന്നെ പോയ ഉദുവെടുത്ത ബന്ന ഖുർആൻ ഓതിയ, പിന്നെ പോയ ഉദുവെടുത്ത ബന്ന നിസ്കരിച്ച, പിന്നെ പോയ ബന്ന ഖുർആൻ ഓതിയ, പിന്നെ നിസ്കരിച്ച, പിന്നെ ഖുർആൻ ഓതിയ, പിന്നെ വിത്ർ നിസ്കരിച്ച, പിന്നെ സഹരിയ പള്ളിയില ഔത്തില പോയിട്ട് സഹരിയാക്കുക. ഇത് ഖിയാമുൽ ലൈൽ ചൊല്ലും. ജാവുടെ ഹയാത്താക്കിടേണ്ട. ഖിയാമുൽ ലൈൽ തന്നെ ജാവിഡീ നിസ്കരിക്കടേണ്ടല്ല, അല്ലെങ്കിൽ ജാവിഡീ ജാഗ്രതയ്ക്കിട്ടുമല്ല. അപ്പം ഇതെല്ലാം ഞങ്ങൾ ഈ ലൈലത്തുൽ ഖദ്ർ രണ്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഗമനത്തിൽ കൊടുക്കണമായത് ഇഷാ നിസ്കാരത്തിൽ അണ്ടത്തെ ഒരു ജാവ് ലാസ്റ്റ് റമദാൻ്റെ ലാസ്റ്റ് 10 ജാവുകൾ എന്താക്കണം, ഞങ്ങൾ തിരഞ്ഞു ഫസ്റ്റിಗೆ റെഡിയാക്കിയിട്ട് വയ്ക്കണം. റെഡിയാക്കി വെച്ചിട്ട് അതിലെ ഇബാദത്തിൽ പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയോടെ ഉള്ള നല്ല രീതിയിൽ അള്ളാഹു ഞങ്ങളെ ഇബാദത്തിൽ സ്വീകരിക്കണം. അതുപോലെ ഞങ്ങൾ ഇബാദത്ത് എടുക്കണം. നല്ല ഉളു എടുക്കണം. ഉളുവെടുത്തിട്ട് ബന്ത് അതോട് കൂടി അള്ളാഹുടെ സന്നിധിയിൽ നിന്നിട്ട് ഞങ്ങൾ നിസ്കരിക്കുക തഹയ്യത്ത അല്ലെങ്കിൽ സലാത്തുൽ പിന്നെ ഉളുവിടെ നിസ്കാരമാ അതെല്ലാം ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ നിസ്കരിക്കൊണ്ട് ആ നിസ്കാരത്തിൽ ജോയിനായിട്ട് നിസ്കരിക്കരുത്. അപ്പം ഞങ്ങൾ വിചാരിക്കണം ഫഇന്നല്ലാഹ കിബല വജ്ഹിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ എതിരുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കടച്ചളുടെ ഒരു ഭാവന മനസ്സിൽ വരണം. കാരണം അവൻ അള്ളാഹുരൊട്ട് മുനാജാത്താക്കടെ ദൈറ്റിക്കര് ആ ഇബാദത്തിൽ പിന്നെ അള്ളാഹുടെ കലാമുടെ ഓതണു. കലാമുടെ എങ്ങനെ ഓതണു? യാസീനുൽ ഖുർആനിൽ ഹക്കീം മയ്യത്തിൽ ഓതുറാർ. എങ്ങനെ? അന്തർത്ഥം അംലം തുന്തിരുഹും ലാ യുമിനൂൻ. ഞാൻ എത്ര പെടുപാട്ടെങ്കും പെടുപാട്ടിലുണ്ടെങ്കിലും
ಈ ಮಯ್ಯತ್ತು ಸ್ವೀಕರಿಕಡೇ ಇಲ್ಲ ಅಂತ. ಮಯ್ಯತ್ತಂಗನೆ ಸ್ವೀಕರಿಕಡೆ, ಮಯ್ಯತ್ತರ ಎದುರಲ್ಲ ಓದಿರೋದು, ಮಯ್ಯತ್ತರ ಎದುರು ಓದಿರೋದಲ್ಲ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಚಂದ್ರ ಕುರ್ಆನ್ ಓದಿರೋದು ಆರಿಗೆ ಲಿಯುಂದಿರ ಮಂಕಾನ ಹಯ್ಯ ಹಯಾತಿನ್ನೋನಿಗೂ ಮುನ್ನೆಚ್ಚರಿಕೆ ಕುರ್ಆನ್ ಕೊಡ್ತಿರೋದುಂಟು. ಅಲ್ಲೈಸ ಲಿಲ್ಲಿನ್ಸಾನಿ ಇಲ್ಲ ಮಾ ಸಾ, ಅವನವನು ನಾಲ್ಕಡಿದು ಅವನಿಗೂ ಮಾತ್ರ ಕೆಟ್ಟರೆ ಇನ್ನೊರ್ತಕ್ಕೂ போண்டிಲ್ಲ. ನಂಗೆ ಕುರ್ಆನ್ ಓದಿಟ್ಟ, ಖತ ಓದಿಟ್ಟ, ಇನ್ನೂ ಬೆಳಗಿಟ್ಟ, ಇನ್ನೊರ್ತಕ್ಕೂ ആക്കരണ്ടായെങ്കിൽ ಅದಕ್ಕೆ ഒരു ദലീല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാടി തന്നിട്ടില്ല. അതേപോലെ കൊറിയാളിൽ ലൈലത്തുൽ ഖദറിൽ ജാവ് വെച്ചിട്ട് അബ്ബകു ഉമ്മകു ഖുർആൻ ഓതിരുന്നുണ്ട്. അബ്ബകു അല്ലെ മറിച്ച അബ്ബകു മറിച്ച ഉമ്മകു ഖുർആൻ ഓതിരുന്നു, അല്ലെ മറിച്ചങ്ങൾക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിരുന്നു, മറിച്ചങ്ങൾക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതിരുന്നു. ഞങ്ങൾ പ്രായത്തിൽ യാറുണ്ട്, ചെമ്മയുണ്ട്. ഇങ്ങനത്തെ ഒരു ബിദഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാടി തന്നിട്ടില്ല. ഇത് കാലക്രമേണ വന്ന ഖലഫീങ്ങളായ ഇമാമീങ്ങമ അല്ലെങ്കിൽ ഖലഫീങ്ങളായ ഉലമാക്കന്മാര ഇതിലിത് ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ കൊടുത്തില്ല. കാരണം ഇതിൽ ചില ഫായ്ദ ഉണ്ട്. ചിലപ്പോൾ ഫസ്റ്റിക്ക് ഫായ്ദ കിട്ടാല, പിന്നെ ഫായ്ദ കിട്ടും. അതല്ലാണ്ട് സലഫു സാലിഹീന്മാർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പദ്ധതി ആക്കിയിട്ടില്ല. ലൈലത്തുൽ ഖദർ 2 യാസീൻ ഓതിട്ട് അബ്ബ ഉമ്മക്ക് ബലങ്ങിടുക, അല്ലെങ്കിൽ ഇഷാ പിന്നെ ഉസ്താദ് ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ഉസ്താദ് പിന്നെ മൗലവിക്ക് ഒരു യാസീൻ ഓത്പാട്ടിട്ട് ദ്വാർക്ക് ചെന്നിട്ട് അബ്ബ ഉമ്മക്ക് ബലങ്ങിടുക. ഇങ്ങനത്തെ ഉള്ള പദ്ധതി ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാടി തന്നിട്ടില്ല. ഇല്ലെങ്കിൽ അണ്ടത്ത് ജാവു പിന്നെ വേറെ എന്തായെങ്കിലും ദിക്ര തസ്ബീഹ റാത്തിബാണ്ട് സ്പെഷ്യൽ എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നിട്ടില്ല. റസൂലിൻ്റെ ഒരു മഅമൂലുണ്ട്. ആ മഅമൂലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് കേട്ടാറ് ലൈലത്തുൽ ഖദർ 2 ഞങ്ങൾ എന്തിനു ഓതണു, ഏത് ദ്വാർക്കണു ಅಂತ കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീನು മാഫാക്കുറവനായിട്ടിരിക്കുക, നീನು മാഫിനെ ഇഷ്ടപ്പെടുന്നവനായിട്ടിരിക്കുക, അതുകൊണ്ട് നിൻ്റെ എല്ലാ ദോഷത്തെ നീ മാഫാക്കി തരണ റബ്ബേ എന്ന് ഞങ്ങൾ ലൈലത്തുൽ ഖദർ 2 കേൾക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ടാക്കടെ സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് നിങ്ങൾക്ക് കാണും. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ എത്ര ഞങ്ങൾക്ക് ഫായ്ദ എടുക്കുക സാധ്യമുണ്ട് അത്ര ഞങ്ങൾ ഫായ്ദ എടുത്തോളും. കാരണം നെക്സ്റ്റ് വർഷം ഞങ്ങൾ ഉണ്ടായില്ല, ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ, ಆರಿಗೂ ವಿಷಯ ಗೊತ್ತಿಲ್ಲ. ഞങ്ങളെ ഇപ്പം നിങ്ങൾക്ക് 6 to കേട്ടേ ಗೊತ್ತಾವು. മനുഷ്യന്മാർക്ക് എന്തില്ല, എക്സ്പയറി ഡേറ്റ് ഇല്ല. ബാക്കി ദുനിയാവിൽ ഏതിക്കും ഒരു എക്സ്പയറി ഡേറ്റ് കിട്ടും. ഈവൻ നിങ്ങൾ ചൈനത്തെ വസ്തുക്കും ഒരു നാൾ താങ്കൾ എക്സ്പയറി ഡേറ്റ് കിട്ടും. മനുഷ്യന്മാർക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാരെ കൺട്രോൾ ആക്കരുത്. ഇണ്ട് നല്ല ഇന്നോണ്ട് നാളെ നല്ലിക്കണം ಅಂತ എന്തും അത് ചെല്ലോക്ക് സാധ്യതയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈറ്റിക്കുന്ന ഹയാത്തും മൗത്തും ആരട്ടുക അല്ലാഹുവിൻ്റെ കയ്യിലായിട്ടിരിക്കരുത്. ഞങ്ങൾ ഇങ്ങനെ പോകണ്ടോ, ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ എങ്ങനെയുണ്ടോ അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോകണ്ടല്ലാണ്ട് ഞങ്ങൾക്ക് വേറില്ല. അതുകൊണ്ടിട്ട് ലൈലത്തുൽ ഖദറിൻ്റെ സഹോദരന്മാരെ തീരെ അത്ര ഉപയോഗിച്ചിട്ട് ഇബാദത്തും ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിലെന്താക്കണം, ഞങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം. തീരെത്ര ഒന്നാമത്തേത് ഞങ്ങൾ ആക്കണമായതെങ്കിൽ ചെന്നിട്ടായെങ്കിൽ ഞങ്ങളെ കൂട്ടുകുടുംബത്തെ ആൾമാരെ തൃപ്തിപ്പെടുത്തി നോക്കണം. അതുപോലെ ഞങ്ങൾ സദക്കയും സക്കാത്തും അധികരിക്കണം. സദക്ക കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. ഇപ്പം നിങ്ങളിട്ട് 10 രൂപ ഇന്നിട്ടാൽ 1 രൂപ സക്കാത്ത് കൊടുക്കട്ടില്ലെന്തേ, 100 രൂപ ഇല്ലെങ്കിൽ 10 രൂപ കൊടുക്കട്ടതില്ലെന്തേ, സദക്ക കൊടുക്കട്ടത് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഇല്ല. നിങ്ങൾ അത് സദക്കത്തെ അധികരിപ്പിക്കണം. ഞങ്ങൾ സക്കാത്തിരുത് ഒരു തിങ്ങ ചിലപ്പോൾ ഷവ്വാലിൽ പണ്ടുണ്ടായെങ്കിൽ അതല്ലെങ്കിൽ ഷാബാനിൽ പണ്ടുണ്ടായെങ്കിൽ ഒരു തിങ്ങ അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കാണ്ട് ഉലമാക്കന്മാർ ചൊല്ലാറ്. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കിയിട്ട് റമദാൻ്റെ ഫസ്റ്റിലെ ലാസ്റ്റിലെ 10 സക്കാത്ത് കൊടുക്കുന്നത് അഫ്ളലായിട്ടിരിക്കും, നല്ലതായിട്ടിരിക്കും. കാരണം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നീയത്തോടു കൂടി ലൈലത്തുൽ ഖദർ 2 ഞങ്ങളെ സക്കാത്ത് പോയിട്ടായെങ്കിൽ ഖൈറും മിൻ അൽഫി ഷഹർ, അണ്ടത്തെ ആ സക്കാത്ത് ഞങ്ങൾ കൊടുത്തതിൻ്റെ പ്രതിഫല 1000 തിങ്ങത്തെ കാണയാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രതിഫലം തരുക. പിന്നെ ഉണ്ട് കുറേ ആൾമാർ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു അചഞ്ചലമായ ഒരു ധാരണ മനുഷ്യന്മാരെ ഇടയിലിട്ടാണ്. എന്തിൽ ചെന്നിട്ടായെങ്കിൽ സക്കാത്ത് ഒന്നാമത്തേത് ഈ സക്കാത്ത് ശേഖരണ ആക്കണക്ക് കൊടുക്കുക തീരാണ്. രണ്ടാമത്തേത് സക്കാത്ത് മദ്രസത്തിനും പിന്നെ പഠിപ്പാട്ടിൽ ഏതെങ്കിലും ജാഗ എന്നിട്ടാൽ അവിടെ കൊടുക്കുക തീരാണ്. മൂന്നാമത്തേത് മദ്രസ പള്ളിക്ക് കൊടുക്കുക തീരാണ്. പള്ളിക്ക് കൊടുക്കുക തീരാ ചൊല്ലത് സക്കാത്ത് അത് ഏകോപ അഭിപ്രായമായിട്ടിരിക്കുന്ന ജംഹൂറുൽ ഉലമായുടെ ഇടയിൽ. മദ്രസമോ അല്ലെങ്കിൽ തഹ്ഫീദുൽ ഖുർആനുൽ കരീമ അതെല്ലാണ്ടായെങ്കിൽ ദീൻ്റെ ഇൽമു പഠിപ്പാട്ട് ജാഗത്തുക്ക് സക്കാത്ത് കൊടുക്കണ്ടാണ്ട് ഒരു കാലത്തിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തുള്ള അല്ലാഹു സുബ്ഹാനഹു തആല എണ്ണിയ 8 കൂട്ടരിൽ ഇല്ലവും ഇല്ല. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ല ഈ വിഷയത്തിലൊരു ഫത്വ ഇറക്കി. അയാളൊട്ട് കേട്ടാറ് സക്കാത്ത് മദ്രസത്തിക്ക് കൊടുക്കാമാണ്. അപ്പോൾ അയാൾ ചൊന്തു ലാ യജൂസു, സക്കാത്ത് മദ്രസത്ത് കൊടുക്കാൻ സാധ്യമില്ലാണ്. എന്തുകൊണ്ട്? അൽ ഇസ്തിസ്മാറാ, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് മദ്രസമായിട്ടിക്കര് മിസ്കിന്മാർക്ക് അങ്ങനെ നീയത്ത് പാവപ്പെട്ട ആൾമാരെ കുട്ടിബന്ധ് പഠിപ്പാട്ടിച്ച് അങ്ക് ദീൻ്റെ ദാവത്താക്കുകയോ ദീൻ്റെ വിഷയത്തെ എത്തിപ്പാട്ടുള്ള മദ്രസ അല്ല. ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി ഇസ്തിസ്മാറാ, ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മദ്രസമായിട്ടിക്കര്, ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മദ്രസത്തേക്ക് സക്കാത്ത് കൊടുക്കത്തീര. അങ്ങനെ സക്കാത്ത് നമുക്ക് തരണം, അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ മുസ്തഹിക്കായ ആൾമാർ കൊടുക്കണം. ഇത് മനസ്സിലാക്കേണ്ട കപ്പാസിറ്റി ഞങ്ങളൊട്ട് കുറേ ആൾമാരൊട്ടിക്കില്ല. അതുകൊണ്ടിട്ട് എന്തൊരു ചൊല്ലാറ് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ല ചൊന്നരു പിന്നെ സക്കാത്ത് മദ്രസത്ത് കൊടുക്കത്തീരാണ്ട്. അതേ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ല ചൊല്ലെങ്കരെ ലാക്കിൻ ഞങ്ങ എന്താക്കണം, ഈ സക്കാത്ത് മദ്രസത്ത് കൊടുക്ക. എങ്ങനത്തെ മദ്രസ? പിന്നെ ഇത് മദ്രസ ഉണ്ടല്ലേ, ആ മദ്രസത്തിൽ ഖുർആൻ്റെ പഠിപ്പാട്ടാറ്, ആ മദ്രസത്തിൽ ദീൻ്റെ മക്കൾക്ക് പഠിപ്പാട്ടാറ്, ആ മദ്രസത്തിൽ ഇൽമുടെ പഠിപ്പാട്ടാറ്, ആ മദ്രസത്തിൽ ഇസ്ലാം ദീനിക്ക് വേണ്ടിയിട്ട് ജാവും പൗലും നയിക്കരെ നല്ല നല്ല ആൾമാരെ വാഴ്ത്തെടുക്കിടാറ്. അങ്ങനത്തെ ആൾമാരെ പഠിപ്പാട്ടിലെ ഒരു മദ്രസ ഇന്നുണ്ടെങ്കിൽ അവിടെ സക്കാത്ത് കൊടുക്കൽ യാതൊരു പ്രോബ്ലം ഇല്ല. സക്കാത്തിൽ മുസ്തഹിക്കായനായിട്ടിക്കിടാറുണ്ട്. ಬೇರೆ ഒരു മോത്തിൽ നോക്കുക നിങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്ങനെ ಬೇರೆ ഒരു മോത്ത്? അല്ലാഹു സുബ്ഹാനഹു തആല ചന്ദ്ര വജാഹിദു ജിഹാദൻ കബീറ, ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ചൊല്ല. നിങ്ങൾ മെഹനത്താക്കറു, നിങ്ങൾ ജിഹാദാക്കറു, നിങ്ങൾ മെഹനത്താക്കറു. ജിഹാദ് ജാഹിദു ബിഹി, ഈ ഖുർആൻ കൊണ്ടിട്ട് നിങ്ങൾ ജിഹാദാക്കറു. എങ്ങനത്തെ ഖുർആൻ? ജാഹിദു ജിഹാദൻ കബീറ, വലിയ മെഹനത്താക്കട, വലിയ ജിഹാദാക്കട, നിങ്ങൾ ജിഹാദാക്കറു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉലമാക്കന്മാർ ചൊല്ലാറ് ഖുർആൻ പഠിപ്പാട്ടിൽ ഏതൊരു ജാഗ ഉണ്ട് അത് എല്ലാം അള്ളാഹുടെ മാർഗത്തിലായിട്ടിക്കര്. അങ്ങനത്തെ ജാഗത്തേക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടിക്കരുണ്ട്. ಇದಕ್ಕೆ ಬೇಣಾಯತ್ರ ತಿಳಿವು ಒಂದು ಜಂಡಲ್ಲ, ಬೇಣಾಯತ್ರ ತಿಳಿವುಂಡು. പിന്നെ എവിടെ ഇസ്തിസ്മാറാക്കടറ്, ഇൻവെസ്റ്റ് നാലാൾ സേരിത്ത് അറബി പഠിപ്പാട്ടാറ്, ഇംഗ്ലീഷ് പഠിപ്പാട്ടാറ്, ഇങ്ങനത്തെ എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന ജാഗത്തിൽ അങ്ങനത്തെ കോളേജ് അങ്ങനത്തെ മദ്രസ ഇന്നുണ്ടായെങ്കിൽ ആ മദ്രസത്തേക്ക് എന്താക്കുകയില്ല, സക്കാത്ത് കൊടുക്കുകയില്ല. കാരണം അങ്ങ് ആൾമാരൊട്ടിക്ക് പൈസ എടുത്തിട്ട് പഠിപ്പാട്ടില്ല, അങ്ങ് ഫ്രീ പഠിപ്പാട്ടില്ല. ഇന്നെങ്കിൽ തരും ഇല്ലെങ്കിൽ തരണ്ടുണ്ട് അങ്ങനെ ചൊല്ലതും ഇല്ല. പിന്നെ അങ്ങ് പൈസ എടുത്തിട്ട് പഠിപ്പാട്ടാറ്. അങ്ക് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അങ്ങനെ പൈസ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അങ്ങനെ പ്രോഫിറ്റിൽ സക്കാത്ത് മുസ്തഹിക്കായിട്ടെങ്കിൽ ആ മദ്രസ സക്കാത്ത് അങ്ങ് എടുക്കണമായിട്ട് വേണ്ട, അങ്ക് കൊടുക്കുക ഹക്കില്ല. അതായിട്ടിക്കര് മദ്രസത്ത് കൊടുക്കുക തീരാണ്ട് ചെന്നത്. അതേപോലെ ഞങ്ങളുണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയത്തിലുണ്ടല്ലോ, ഈ മസാലയിൽ ഞങ്ങൾ എന്താക്കുക തീരാ, അതിൽ കുടുങ്ങുക തീരാ. ഞങ്ങൾ പണ്ടേ പഠിച്ചം വന്നതായിട്ടിക്കര് പല്ലിക്ക് കൊടുക്കുക തീരാ. കാരണം അത് സക്കാത്ത് മനുഷ്യന്മാരെ പൈസത്തെ മൈലായിട്ടിക്കര്, അതൊരു ഇതായിട്ടിക്കര്, ഒരു മൈല ബസ്തായിട്ടിക്കര്, അതിലെ പല്ലി കൊടുക്കുക തീരാ. അതല്ലാത്ത ഫീ സബീലില്ലാത്തെന്നുണ്ടായെങ്കിൽ അള്ളാഹുടെ മാർഗത്തിൽ എന്തെല്ലാം പ്രവൃത്തി നടക്കുക അത് കൊടുക്കുക. പ്രത്യേകിച്ചിട്ട് ഇമാം ഇബ്നു ബാസും ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഇമാം നാസിറുദ്ദീൻ അൽബാനി ചെന്നാർ എന്തിനു ചെന്നിട്ടായെങ്കിൽ ഈ കഫറത്തായ ഹിന്ദി, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിലുള്ള റായത്തിലുള്ള ഇന്ത്യൻ പസഫിക്കിലുള്ള ജാഗത്തിലുള്ള അങ്ങനത്തെ ജാഗത്തെ മദ്രസത്തേക്ക് കൊടുക്കൽ നിർബന്ധമായിട്ട്. കാരണം അങ്ക് ഇസ്ലാം ദീൻ്റെ നിലനിർത്തಗೋಸ್ಕರ ഖുർആനും സുന്നത്തങ്ങ് പഠിപ്പാട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ಎಲ್ಲ സക്കാത്ത് സദക്ക ഖുർആനോത്ത് നിസ്കാര നോമ്പು ಇದೆಲ್ಲತ್ತಿದ್ರು ನಂಗೆ ಎಂದಾಕணும் ಲೈಲത്തുൽ ഖദറിൽ ആക്കേണ്ടായെങ്കിൽ ആക്കണമെന്ന് കഡ്ഡായ ഇല്ല, ആക്കേണ്ടായെങ്കിൽ നിങ്ങൾ നീയത്ത് അതിൽ വെച്ചിട്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എത്ര പ്രതിഫല തരുക. 1000 തിങ്ങത്തെ കാണ യാറ 1000 തിങ്ങത്തെ എത്ര ഉണ്ട് ചെന്നിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു തആല. ഖൈറും മിൻ അൽഫി ഷഹർ, മിൻ കണ്ടിട്ട് അവിടെ ഖൈറുൻ അൽഫി ഷഹർ ചെന്നിട്ടായെങ്കിൽ 1000 തിങ്ങത്തിൽ കറക്റ്റ് എന്തെങ്കിൽ ഓതിയാക്കുക. ഇത് മിന്നുണ്ടൊന്നൊരു ബസ് അവിടെ ഇട്ടു അല്ലാഹു സുബ്ഹാനഹു തആല. മിന്ന് ചെന്നിട്ടായെങ്കിൽ 1000 തിങ്ങത്തെ കാണ ഹൈറായിട്ടിട്ടുണ്ട്. അതിലാണ്ട് യാറ പൊറുടിയല്ല. അപ്പോൾ ആ ഖുർആൻ്റെതും ഖുർആൻ ആയത്തിലും ഓരോരോ വിഷയം അള്ളാഹു ഉണ്ടല്ലേ. ഏതുപോലെ ഈ ദുനിയാവ് സൃഷ്ടിച്ചിര, ഏതുപോലെ നേര നിലാവ് സൃഷ്ടിച്ചിര, ഏതുപോലെ കാത്ത് മല സൃഷ്ടിച്ചിര, അതുപോലെ ഈ ഖുർആൻ്റെ ഓരോരോ ആയത്തിലെ ഓരോരോ അക്ഷരവും ഉണ്ടല്ലേ. 1000 അർത്ഥത്തിക്ക് 1000 വിഷയത്തിക്ക് തെളിവായിട്ട് വേണ്ട സഹോദരന്മാർ. നിങ്ങൾ കാലം അതിൽ സിമിലർ അർത്ഥം എടുത്തിട്ട് നോക്കിയിട്ടായെങ്കിൽ മയ്യാവല്ല ചെമ്മ അർത്ഥമുണ്ടോ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെല്ല കണക്റ്റാക്കി വെച്ചിരാം.
അതുകൊണ്ടിട്ട് ഞങ്ങൾ ലൈലത്തുൽ ഖദറിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലക്കത്തെ അനുസരിച്ചിട്ട് ലാസ്റ്റ് 10 അശറുൽ അവാഖിർ 21, 23, 25, 27, 29 27ಗೆ ಸೀಮಿತಮಾಕಂಟು ಈ ಓರೋರು ಸಿಂಗಲ್ ಜಾವುಲು ನಂಗೆ ನೋಡ್ಕೊಂಡು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെഞ്ഞിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഈ ലാസ്റ്റ് 10 പള്ളിയിൽ ടെൻറ്റ് ഇട്ടിട്ട് അങ്ങ് എന്താക്കിടാറ് ഇത്തിക്കാഫ് തെച്ചിട്ട് ലൈലത്തുൽ ഖദർ തേടി പിടിച്ചിടാറ് ആ ടൈമിൽ കിട്ടണു ചെന്ന ഉദ്ദേശത്തിൽ അങ്ങ് ഇബാദത്ത് എടുത്തിടാർക്കಂತ നിങ്ങൾക്ക് ഏതിൽ കാണ്ട് നിങ്ങൾക്ക് ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ കാണ്ട് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായൽ പിന്നെയും 52 വർഷത്തോളോ 60 വർഷത്തോളോ ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ആൽമാർ പള്ളിയിൽ ഇത്തിക്കാഫ് തെച്ചിടാർക്കಂತ മുസ്ലിം റിപ്പോർട്ടാക്കുന്ന ഹദീസിലും നിങ്ങൾക്ക് കാണും കാരണം ഏത്തിക്കാഫ് ദയിക്കുള്ള ഒന്നാമത്തെ കാരണം ലൈലത്തുൽ ഖദർ നാം കണ്ടുപിടിക്കണുണ്ട് അതുകൊണ്ടിട്ട് എത്ര കഷ്ടം ഇങ്ങോട്ടായെങ്കിലും ഞങ്ങൾ 1 ഗಂಟೆയെങ്കിലും 2 ഗಂಟೆയെങ്കിലും അള്ളാഹു ലൈലത്തുൽ ഖദർ നീയത്തിൽ ഞങ്ങൾ ജാവ് എന്താക്കണം ഏത്തിക്കാഫ് ഞങ്ങൾ ദയിക്കിற പ്രയത്നപ്പെടണം 10 നാൾ തെച്ചുണ്ടായെങ്കിൽ ഭാരി ഹൈർ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിലെ ആ ഇബാദത്ത് എടുക്കുകയും അതിലവന് സ്വീകരിക്കുകയും അതിലെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തരട്ടെ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് ഈ ദീനിയായ വിഷയത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് തരട്ടെ ഞങ്ങളുടെ ഇൽമിൻ്റെ നാഫിയാക്കട്ടെ നാഫിയായില്ലെങ്കിൽ ഇൽമു പ്രയോജനമില്ല ഇൽമു ഖുർആൻ പഠിക്കിടാറ് ഹദീസ് പഠിക്കിടാറ് എല്ലാവരും പഠിക്കിടാറ് അത് നാഫിയാവണം നാഫിയായില്ലെങ്കിൽ അത് പോയി ഉലമാ ഉലമാ ഹക്ക് ಅಂಟುಂಡು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങജಂತು നിങ്ങൾ ജാഗ്രത ആക്കലാണ് ഖിയാമത്ത് നാളിലുണ്ട് കാരണം ഉലമാ ഉൽ മുദില്ലീൻ നിങ്ങൾക്ക് ഉലമാക്കന്മാർ പണ്ടാർ എങ്ങനത്തെ ഉലമാക്കന്മാർ അൽ മുദില്ലീൻ വലാലത്താക്കപ്പെട്ട ഉലമാക്കന്മാർ അങ്ങനെ തടിയാസക്ക് വേണ്ടിയിട്ട് അർത്ഥം വെച്ചിട്ട് എന്താക്കടാറങ്ങ ഇസ്ലാം ദീൻ്റെത് അനക്ക് ബേണായ പോലെ എടുത്തുകൊണ്ടാറ് അങ്ങനത്തെ ആൾമാർ നിങ്ങൾ ജാഗ്രത ആക്കണം നിങ്ങൾക്ക് ബേണായത് ഉലമാവുൽ ഹക്കായിട്ടിക്കര് നാഫിയായ ഇൽമു നാഫിയായെങ്കിൽ മാത്രമേ അത് അതെന്താവും ಅದಕ್ಕೆ ಪ್ರತಿಫಲ കിട്ടു അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ ഇപ്പോൾ അങ്ങാടി പോയെങ്കിൽ ഒരു സന്ത്യക്ക് പോയെങ്കിൽ ഒരു ജനറുപ്പടെ മണ്ണിടെ കല എടുക്കണമെങ്കിൽ സൊണ്ടി നോക്കണം കാരണം ഒട്ട ഉണ്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിപിട്ടാണ് അപ്പോൾ നിങ്ങളെ ഇബാദത്തിക്ക് നിങ്ങൾ എത്ര ടെസ്റ്റാക്കിയിട്ട് നോക്കണോളൂ എത്ര അന്തജാക്കിയിട്ട് നിങ്ങൾ ഇബാദത്ത് എടുക്കണോളൂ നിങ്ങളെ ഇബാദത്ത് എവിടെയെങ്കിലും തപ്പിപ്പോയിത്താ വെറുതെ ഇല്ലാണ്ട് മെഹനത്താക്കിയിട്ട് പ്രയോജനമില്ല സഹോദരന്മാരെ നിങ്ങൾ എന്താക്കണം ഇബാദത്ത് എടുക്കുമ്പോഴത്തേക്ക് അതിലെ ഷർത്ത് ഫർള് സുന്നത്തിലല്ല ആദ്യം സമാക്കിയിട്ട് ഇബാദത്ത് എടുക്കണം അത് തപ്പിപ്പോയിട്ടായെങ്കിൽ നിങ്ങൾക്ക് ഇബാദത്ത് കിട്ടില്ല അതിലെല്ലാം ജാഗ്രത ആക്കണം അതുകൊണ്ടിട്ട് ലൈലത്തുൽ ഖദർ അള്ളാഹു സുബ്ഹാനഹു തആല ഈ വർഷം നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ട് സ്റ്റാർട്ടായിട്ട് ലൈലത്തുൽ ഖദറിലെ ലാസ്റ്റ് 10 ഇതിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിലെ ഇബാദത്ത് എടുക്കുകയും അതിലെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല തരട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ അവൻ്റെ തൃപ്തിയായ സ്വാലിഹീങ്ങളിൽ പെടുത്തിട്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു